നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ജിൻസ്റ്റി തോമസ്. ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മുടെ പേരിനോടൊപ്പം നമ്മുടെ ഒരു പദവി ചേർക്കുന്നത് എല്ലാവർക്കും ഒരു ആത്മാഭിമാനമാണ്. അത് ഡോക്ടേഴ്സ് ആയാലും എൻജിനീയേഴ്സ് ആയാലും ആരായാലും, ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയാലും ആരായാലും. എന്നാൽ ഞാൻ അവിടുന്ന് അല്പം വ്യത്യസ്തതയുണ്ട്. കാരണം നിങ്ങൾ ഒന്ന് സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം അഡ്വക്കേറ്റ്സിനെ കാണാൻ സാധിക്കും. അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ലോയേഴ്സ് ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അഡ്വക്കേറ്റ്സ് ഒരു പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, നല്ലതായിട്ട് നിയമം അറിയാം. ചിലർ പ്രാക്ടീസ് ചെയ്തിട്ട് അവർ ആ കരിയർ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ചിലർ കൺസൾട്ടൻ്റായിട്ട് മാത്രം പ്രവർത്തിക്കുന്നുണ്ടാവും. ചിലർ എന്ത് ചെയ്യും, ഇതെല്ലാം വിട്ടിട്ട് മറ്റൊരു കരിയറിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഞാൻ എങ്ങനെ ഒരു അഡ്വക്കേറ്റായി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതിന് അങ്ങനെ പറയാൻ കാരണം ടെക്നോളജിയിലും ഡിജിറ്റൽ റിസർച്ചിലും ഡിജിറ്റൽ മീഡിയയിലും മാത്രം ഫോക്കസ് ചെയ്ത് ഏതാണ്ട് 20 വർഷക്കാലം ഞാൻ എൻ്റെ കരിയർ നോക്കി പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ടെക്നോളജി വളർന്നതുകൊണ്ട് മാത്രം ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു വക്കീലായ വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ടെഡെക്സിൻ്റെ ഇന്നത്തെ ഈ വേദിയിൽ ഞാൻ നിൽക്കാൻ ഇടയായത്. ഒരു സാധാരണ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ടെഡെക്സിൻ്റെ വേദിയിൽ എനിക്കിവിടെ വരാൻ സാധിക്കില്ലായിരുന്നു. ടെക്നോളജി അത്രത്തോളം ഞാൻ ഗ്രാസ്പ് ചെയ്ത് റിസർച്ച് ചെയ്യുന്നത് കൊണ്ടാണ്, ലോ ആൻഡ് ടെക്നോളജിയും കൂട്ടിക്കിളർത്തി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് ടെഡെക്സ് എന്ന ഈ വേദിയിൽ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നത്. ടെഡെക്സിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, എനിക്കെൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കാൻ സാധിക്കും, മലയാളത്തിൽ. ഞാനങ്ങനെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ 500-ന് മുകളിൽ സൈബർ സെക്യൂരിറ്റി, സൈബർ അവയർനെസ് ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ ലോകത്തുള്ള എല്ലാ വ്യക്തികളും ഇന്ന് ഡിജിറ്റലിലേക്ക് എത്തി ഡിജിറ്റൽ സ്പേസിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ടെഡെക്സിൻ്റെ ഈ വേദിയെ ഒരു സൈബർ നിയമ വിദഗ്ധനായും ഒരു സാധാരണ ഡിജിറ്റൽ യൂസറായും ഞാൻ ഏറ്റെടുക്കുന്നു. നമ്മുടെ ജീവിതം ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ മുഴുകി നിൽക്കുകയാണ്. അതായത് നമ്മുടെ ബാങ്കിങ് ഇടപാടുകൾ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഇതിലുണ്ട്. എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ് എല്ലാം നമ്മളിന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിരൽത്തുമ്പിൽ നമ്മൾ നേടുന്ന ഓരോ സമയങ്ങളിലും നമ്മൾക്ക് അത്രത്തോളം ഡിജിറ്റൽ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആളുകൾ അതിനെ വലിയ കാര്യമാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന കരിയർ ഞാൻ തിരിയാൻ കാരണം ഒരു വൈറൽ വീഡിയോയാണ്. ഈ വൈറൽ വീഡിയോയെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, 2018 നമ്മുടെ കേരളം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പ്രളയം എന്നത്. ഈ പ്രളയകാലത്ത് സമൂഹ മാധ്യമങ്ങൾ വളരെ ചിട്ടയോടും അടുക്കോടും ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചതാണ്. എത്രത്തോളം സമൂഹ മാധ്യമങ്ങളെ ഏറ്റവും ഉപകാരപ്രദമാക്കാമോ അത്രത്തോളം ഉപകാരപ്രദമാക്കിയ ഒരു കാലഘട്ടമാണ് 2018 പ്രളയം. എന്നാൽ ഈ സമയത്ത് ഒരു വീഡിയോ പബ്ലിഷായി, ഒരു വീഡിയോ വൈറലായി. ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടാൻ പോകുന്നു. ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും വീഡിയോ. 2018 പ്രളയം കേരളത്തെ അത്രത്തോളം നടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരള സർക്കാരിനെ വരെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഈ വീഡിയോ സ്പ്രെഡായത്. ആളുകൾ ഭയങ്കരമായിട്ട് പാനിക്കായി. ഞാൻ എറണാകുളത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഈ ഫ്ലാറ്റിൽ എൻ്റെ അടുത്ത് ഉള്ള വില്ലയിലുള്ളവർ വരെ എന്നോട് ചോദിച്ചു, നിങ്ങൾ 4ാം നിലയിലല്ലേ താമസിക്കുന്നത്, ഇങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടാൻ പോകുന്നൊരു ഇതുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് 4ാം നില ഞങ്ങളുടെ സാധനമെങ്കിലും വെക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം ആളുകൾ പാനിക്കായിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് സൈബർ ഡൊമൈനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കോൾ വരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ടുണ്ട്, എന്ത് നിയമ നടപടി എടുക്കണമെന്നുള്ളത് ഉത്തരവുണ്ട്, അതുകൊണ്ട് നമുക്കിത് അന്വേഷിക്കണം, വേണ്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ വാട്സപ്പിലേക്ക് ലിങ്കുകൾ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ലിങ്കുകൾ അയച്ചപ്പോഴാണ് ഞാൻ പെട്ടത്. 1-2 വീഡിയോ ഉണ്ടാകുമെന്ന് വിചാരിച്ചത്. എനിക്ക് കിട്ടിയത് 200ഓളം ലിങ്കുകളാണ് കിട്ടിയത്. ഒരു വീഡിയോ അത് പലരും കട്ട് ചെയ്തും റീഅപ്ലോഡ് ചെയ്തും ഒക്കെ സോഷ്യൽ മീഡിയയിൽ തകർത്തുകൊണ്ടിരിക്കുക. അതിൽ കാണുന്നുണ്ട്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ല മുഴുവൻ പോയി, ഇടുക്കി ജില്ല മുഴുവൻ പോയി, ആലപ്പുഴ ജില്ല മുഴുവൻ പോയി, പത്തനംതിട്ട ജില്ലയുടെ മുക്കാൽ ഭാഗം പോയി.
അപ്പോൾ ഇതിൽ പറയാത്ത സ്ഥലത്തേക്ക് ആളുകൾ ചേക്കേറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ചുറ്റും വെള്ളമാണ്. അത്രത്തോളം പാനിക്കായിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ വീഡിയോ വന്നതിൻ്റെ അടുത്ത ദിവസമാണ് എനിക്ക് കോള് വരുന്നത് സൈബർ ഡോമിൽ നിന്ന്. ഞാൻ ആ സമയത്ത് സൈബർ ഡോമിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് കമാൻഡറായിട്ട് ഓണറി പൊസിഷൻ ഞാൻ സേവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ടാസ്ക് ഏറ്റെടുത്തു. തോരാത്ത മഴയാണ്, അറിയാമല്ലോ 2018 പ്രളയം എന്ന് പറയുന്നത്. പവർ കട്ട്, നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ അഭാവം ഒക്കെ, ഇതൊക്കെ നമ്മളും മറികടന്ന് ഞാൻ ഈ ദൗത്യത്തിലേക്ക് കയറി ചെന്ന ഒടുവിൽ ഇതിൻ്റെ 200ഓളം ലിങ്കുകളുണ്ട്. ഇത് യഥാർത്ഥ ഉറവിടം കണ്ടെത്തും എന്നുള്ള എൻ്റെ ആവശ്യകതയാണ്. അങ്ങനെ ഉറവിടം കണ്ടെത്തി ഞാൻ ആളിനെ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹമല്ല ചെയ്തത്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് സ്പ്രെഡായിരിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. ആദ്യം ഞാൻ സൈബർ ഡോമിൽ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അർദ്ധരാത്രിയാണ് എൻ്റെ ഉറവിടം കണ്ടെത്തുന്നത്, ഇപ്പോൾ ഒരു അസമയമാണല്ലോ, നമുക്ക് ഓഫീസേഴ്സിനെ വിളിക്കാൻ പറ്റില്ല, ഇതിനെ റിമൂവ് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ താങ്കൾ എടുക്കൂ, അതിനുശേഷം നമുക്ക് നാളെ നടപടി എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അന്ന് രാത്രി 1 മണി 2 മണി സമയത്ത് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നല്ല ക്ലീനായിട്ട് ഉത്തരം എന്നോട് പറഞ്ഞു, ഇത് നല്ല റീച്ചുള്ളൊരു വീഡിയോ ആണ്, എന്നെക്കൊണ്ട് റിമൂവ് ചെയ്യാൻ സൗകര്യമില്ല, നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇടപെടാനുള്ള അധികാരം. ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ആ വീഡിയോ പ്രൈവറ്റ് ആക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് സംശയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തെ നോക്കിയപ്പോൾ വീണ്ടും അദ്ദേഹം പബ്ലിക്കാക്കി വെച്ചു. പിന്നീട് എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് മനസ്സിലായി ഇദ്ദേഹമല്ല ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത്, പക്ഷേ പബ്ലിഷർ ഈ വൈറൽ വീഡിയോയുടെ പിന്നിൽ അദ്ദേഹമാണ്. അങ്ങനെ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ തപ്പാനായി ഞാൻ വീണ്ടും വരുന്നു. അടുത്ത ദിവസം രാവിലെ വെളുപ്പിനെ 5 മണിയായപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്ററെ ഞാൻ അനലൈസ് ചെയ്തു. ഈ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കോളേജിന് വേണ്ടി ചെയ്തൊരു പ്രോജക്റ്റാണിത്, എൻ്റെ വീഡിയോയ്ക്ക് ആകെ 800 വ്യൂസേ ഉള്ളൂ, ഇതിൽ നിന്ന് എന്നിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയവരാണ് ഇത് വൈറലാക്കിയതെന്നുള്ളത്. തുടർന്നുള്ള നിയമ നടപടികൾ എന്തൊക്കെയെന്നുള്ളത് എനിക്ക് പറയാനുള്ള സമയം ഈ വേദിയിലില്ല. എനിക്കിവിടെ നിന്നൊരു കാര്യം മനസ്സിലായി, നമുക്ക് ഡിജിറ്റൽ സ്പേസ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, ഇത് ഉപയോഗിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഇത് എവിടെ, എങ്ങനെ, ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ല. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി അറിവുള്ളവരാരെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലോ, നമ്മുടെയൊക്കെ ഈഗോ കാരണം ഇതൊന്നും അത്ര മൈൻഡ് ആക്കത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് സൈബർ ക്രൈം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനായിട്ട് മാറണം എന്നുള്ള എൻ്റെ തീരുമാനം. എനിക്കൊരു സമൂഹത്തിന് റോൾ മോഡലാകാൻ സാധിക്കും. അറിഞ്ഞോ അറിയാതെ ധാരാളം പേര് കുറ്റകൃത്യങ്ങൾ സൈബർ ലോകത്ത് കുറ്റകൃത്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ വാസ്തവപരമായ കാര്യമാണ്. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ പല രീതിയിലാണ് സംഭവിക്കുക. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്തതെന്നാണ്. എന്നാൽ എനിക്കറിവില്ലായ്മ കൊണ്ട് ചെയ്തു എന്ന് പറയുന്ന കാലമൊക്കെ മാറി ഇപ്പോൾ കൃത്യമായിട്ട് നിയമത്തിൻ്റെ പരിധിയിൽ വന്ന് ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നമുക്കിനി ഒഴിയാൻ പറ്റില്ല. സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്നതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് 1 അറിവില്ലായ്മയാണ്, 2 എന്നെ ആരും കണ്ടുപിടിക്കില്ലെന്നുള്ള ഒരു നിത്യധാരണയുണ്ട്. ഈ 2 കാര്യങ്ങൾ ഒരു പ്രധാന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട 3ാമത്തെ ഒരു കാര്യമുണ്ട്, ഒരു കുറ്റകൃത്യം നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള മടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് റിപ്പോർട്ട് ചെയ്യാനുള്ള മടി നമ്മുടെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ കൂടും. സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് ഇന്ന് പല കാറ്റഗറിയിലാണ്. സാധാരണ ലോകത്ത് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇന്ന് വിർച്വൽ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. മുമ്പ് ഒരു സ്ഥാപനങ്ങൾക്കെതിരെയോ അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റങ്ങൾക്കെതിരെയോ ആണ് അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മുമ്പ് പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമെന്നുള്ള തരത്തിലുള്ള ഭീതി പരത്തിയ വീഡിയോ അതൊരു ഭരണ സംവിധാനത്തിനെതിരെയും ഒരു സിസ്റ്റത്തിനെതിരെയാണ് അറ്റാക്ക് നടത്തിയത്. അതിന് എഗൻസ്റ്റായിട്ട് ധാരാളം വകുപ്പുകൾ ചാർത്തപ്പെടും. എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറി ഓരോ വ്യക്തികളെ ഫോക്കസ് ചെയ്ത് സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് 3-4 കാറ്റഗറിയാണ്. അതിലൊന്ന് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. മൈനർ ഫ്രോഡ് അറ്റാക്ക് എന്ന് പറയും. ഇന്ന് പേരൻസും കുട്ടികളും ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് ഈ സൈബർ അറ്റാക്ക്, മൈനർ ഫ്രോഡ് അറ്റാക്ക്. അടുത്ത സമയത്ത് നടന്നിട്ടുള്ള പരിവാഹൻ ഫ്രോഡുകൾ. പരിവാഹൻ ഫ്രോഡിനെ പറ്റി നിങ്ങൾക്കറിയായിരിക്കും. നമ്മുടെ വാട്സപ്പിലേക്ക് ഫൈൻ അടിച്ചു എന്ന തരത്തിൽ ചെല്ലാൻ വരുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ഹാക്ക് ചെയ്യുക, പൈസ പോവുക, മറ്റു തരത്തിലുള്ള ത്രെട്ടുകൾ ഉണ്ടാവുക. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് വാരണസിയിൽ
ഇതിൻ്റെ കൾപ്രിറ്റ്സിനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഒന്നാം പ്രതി 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 2-3 പ്രതി മേജർ ആയതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് കാക്കനാട് ജയിലിൽ കൊണ്ട് വിട്ടു. എന്നാൽ ഒന്നാം പ്രതി ഒരു കുട്ടിയാണ്. അതുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, മറ്റു നിയമ നടപടികളിലേക്ക് എത്തി. ഇവിടെ മനസ്സിലാക്കേണ്ട യഥാർത്ഥ കൾപ്രിറ്റ്സ്, സൈബർ ക്രൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ കൾപ്രിറ്റ്സ് എന്നും ബ്ലാക്ക് ഷാഡോവിലായിരിക്കും. നമ്മളായിരിക്കും എപ്പോഴും പ്രൈമറി അക്യൂസ് ലിസ്റ്റിൽ ഉണ്ടാകുക. അതാണ് മൈനർ അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നീട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ 18-30 വയസ്സിലുള്ളവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പഠിച്ചൊക്കെ ഇറങ്ങി എവിടെയെങ്കിലൊക്കെ ഒരു സെറ്റിലാകാനോ അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സമയങ്ങളിലായിരിക്കും നമുക്ക് ജോബ് ഫ്രോഡ് പോലത്തെ കാര്യങ്ങൾ, ക്രിപ്റ്റോ കറൻസി വഴി എന്തെങ്കിലും പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഓഫേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൽ പ്രധാനമായിട്ടും ചെറുപ്പക്കാർ വീണുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഗെയിമിങ്ങിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രിപ്റ്റോ ഫ്രോഡിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈമാണ് അക്കൗണ്ട് ലെൻഡിങ്. അതായത് സ്വന്തം ബാങ്ക് അക്കൗണ്ട് മറ്റൊരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനെ കൊണ്ട് കൊടുക്കുക. ഇത് അക്കൗണ്ട് ലെൻഡിങ് എന്നാണ് പറയുന്നത്. അക്കൗണ്ട് വാടകയ്ക്ക് കൊടുക്കുക രാജ്യദ്രോഹ കുറ്റമാണ്, വലിയ കുറ്റകൃത്യമാണത്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് 18-30 വയസ്സിലിടയ്ക്ക് നടക്കുന്നത്. ഇനിയും നടക്കുന്നത് 30-60 വയസ്സിലുള്ളവർ. 30-60 വയസ്സിലുള്ളവർക്ക് ഇടയിൽ നടക്കുന്നതാണ്. അവർ ജീവിതത്തിൽ ഒരുമാതിരി സെറ്റിലായി വരുന്നുണ്ടാവും. ഈ സെറ്റിലാകുന്ന സമയത്ത് ചിലപ്പം കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ ചിലപ്പം കുറച്ചുകൂടി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അത്തരത്തിലുള്ളവരെ ടാർഗറ്റ് ചെയ്തുള്ള സൈബർ അറ്റാക്ക്. അവിടെ നടക്കുന്നത് ഫിനാൻഷ്യൽ സ്കാമുകളും ട്രേഡിംഗ് ഫ്രോഡുകളും മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് അവർ ചെന്നപ്പെടുന്നത്. അവർക്കാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടത്തുക, അവരുടെ പേരിൽ അവരറിയാതെ തന്നെ ബാങ്ക് അക്കൗണ്ട്സുകൾ സ്റ്റാർട്ട് ചെയ്യുക, അവരുടെ പേരിൽ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുക, നമ്മുടെ ഡിവൈസുകൾ ഹാക്ക് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന ഇത്തരം ഫ്രോഡുകളാണ്. ഞാൻ ഈ പറഞ്ഞ 3 കാറ്റഗറി, ഈ 3 കാറ്റഗറിയിലും എല്ലാവരും വരുന്നത്, ചെറുപ്പക്കാർ ഉൾപ്പെടെ വരുന്നത് പ്രതിപട്ടികയിലാണ്. ഇനി അടുത്ത കാറ്റഗറി ഉണ്ട്, 60+. ഈ 60+ വരുന്ന കാറ്റഗറി പ്രായമുള്ളവർ. സാധാരണ ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് പ്രായമുള്ളവരൊക്കെ പറയും, ഞാൻ സാധാരണ ഫോൺ ഉപയോഗിക്കുന്നത്, എനിക്ക് ഇൻ്റർനെറ്റ് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത്. അതൊക്കെ വെറുതെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സാധാരണ ലോകത്ത് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇന്ന് നമ്മുടെ സാങ്കേതിക ലോകത്ത് എത്തിയിട്ടുണ്ട്. ഈ 60+ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ട്രായ് എന്ന് വിളിക്കുന്നു, CBI എന്ന് വിളിക്കുന്നു, അത്തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റ് സ്കാമുകൾ നടത്തുന്നത്. ഈ വ്യക്തികളൊക്കെ കൂടുതലും വരുന്നത് വിക്ടിം ലിസ്റ്റിലാണ്, ഇരയുടെ ലിസ്റ്റിലാണ്. 81 വയസ്സുള്ള ഒരാൾ ഇരയായിട്ട് എൻ്റെ ടേബിളിൽ കേസുമായിട്ട് എത്തിച്ചുകൊണ്ട് വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന ആളാണ്. ഇത്രയും കാറ്റഗറിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാറ്റഗറിയിൽ സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഇനിയും ഇതിൽ നിന്നും പെടാത്ത ഒരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഉള്ള സർവേലൻസ് കാറ്റഗറി. നമ്മളെല്ലാം ഇന്ന് സർവേലൻസിലാണ്. ചിലർക്കൊക്കെ സംശയം വരും, നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാപ്പ് ചെയ്യുന്നുണ്ടോ, പോലീസ് വാച്ച് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പോലീസൊന്നുമല്ല വാച്ച് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ല നമ്മുടെ ഡിവൈസുകളെല്ലാം എന്നുണ്ടെങ്കിലും മറ്റു പലതരത്തിലും നമ്മളെല്ലാം സർവേലൻസിലാണ്. ഞാനിന്ന് ഇവിടെ നിൽക്കുന്ന ഉൾപ്പെടെ സർവേലൻസിലാണ്. ആർക്കും അതിനെ ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല. ഇത്തരം സർവേലൻസിൽ കൂടി നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മനസ്സിലാക്കി, നമ്മുടെ ഓരോ ചലനങ്ങളെയും മനസ്സിലാക്കി സ്കാമേഴ്സ് നമ്മളിലേക്ക് എത്തും. ഇതിൽ ഈ കാറ്റഗറിയിൽ വരുന്ന നല്ല കഴിവുള്ളവരെ ടാർഗറ്റ് ചെയ്ത് അവർ എത്തിക്കുന്നത് ഇൻ്റർനെറ്റ് ലോകത്തെ മാഫിയ അധോലോകത്തേക്കാണ്. അതാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. സാധാരണ ലോകത്ത് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഈ ഡാർക്ക് വെബിലുണ്ട്. സാധാരണ നടക്കുന്ന കൊലയായാലും മറ്റു മേർഡേഴ്സൊക്കെ ആണെങ്കിലും ഒക്കെ ഈ ഡാർക്ക് വെബ് ത്രൂ നടക്കുന്നുണ്ട്. ഇന്ന് ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ എല്ലാ മൂവ്മെൻറ്റ്സും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് മുഖേന വാച്ച് ചെയ്യും. എന്നിട്ട് കുറേ നാൾ നമ്മൾ ഇതിൽ കുറ്റകൃത്യത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടതിന് ശേഷം നമുക്കൊന്ന് പിന്മാറണം, നിങ്ങളുടെ പ്രായത്തിലുള്ളവരോ നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് നമുക്കൊന്ന് പിന്മാറണം എന്ന് വിചാരിക്കുമ്പോൾ സ്കാമേഴ്സ് സമ്മതിക്കില്ല. സ്കാമേഴ്സ് പറയും, അല്ല നിങ്ങളിലേക്ക് ഓൾറെഡി സ്കാമേഴ്സ് എത്തുമ്പോൾ അവർ നിങ്ങളുടെ കംപ്ലീറ്റ് ഡേറ്റയും അവർ സ്റ്റീൽ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവരിൽ നിന്ന് നമുക്ക് ഒരു മോചനം കിട്ടാൻ വലിയ പാടാണ്. അവർ പറയും, ഐദർ യു ക്യാൻ ഡൈ ഓർ യു ക്യാൻ ലിവ് ഇൻ അവർ വിർച്വൽ സ്പേസ് എന്നാണ് പറയുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കണം.
ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കും. ഇതാണ് ഈ സ്കാമേഴ്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ ആത്മഹത്യാ നിരക്ക് വളരെയധികം കൂടുന്നത്. വളരെയധികം കൂടിയിട്ടുണ്ട്. 2025 പോലീസിൻ്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് കുട്ടികളിലെയും ചെറുപ്പക്കാരിലെയും ആത്മഹത്യാ നിരക്ക് കൂടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതിൻ്റെ പിന്നിലുള്ള ഇവരാണ്. ഇതിലുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇവർ ഒരിക്കലും അവരുടെ പേരൻസോ സഹപ്രവർത്തകരോ ഫ്രണ്ട്സോ പറയുന്നൊന്നും കേൾക്കില്ല. അവരെ നിയന്ത്രിക്കുന്ന മുഴുവൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഇന്നല്ല നാളെ നമ്മളെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിയുള്ള AI ഡ്രൈവൻ അറ്റാക്കുകൾ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കരുതിയിരിക്കണം, ഇത് നമ്മളെ ഏതിലേക്കായിരിക്കും നയിക്കുന്നു എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ കഴിയും ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യയിൽ. മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കെല്ലാം നമ്മുടെ കുട്ടികളെ ശരിയായ പാതയിൽ എത്തിക്കേണ്ട കടമ വളരെ വലുതാണ്. ഒപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ പോലെ തന്നെയാണ് നമ്മുടെ ഓരോ ഫിംഗർ പോയിൻറ്റും. നമ്മളെ ചതിക്കുഴിയിൽ എത്തിക്കാൻ ഈ ഫിംഗർ പോയിൻ്റ് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ വിരൽത്തുമ്പ് നിങ്ങളെ ഏത് തലത്തിലെത്തിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ മൊബൈൽ ഫോൺ പോലും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുറ്റവാളിയാക്കാൻ ഉള്ള അകലം അത്ര വിദൂരമൊന്നുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൈബർ സുരക്ഷ എന്ന് പറയുന്നത് സർക്കാരിൻ്റെയോ ഒരു നിയമ സംവിധാനത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അതായത് സൈബർ സുരക്ഷ എന്ന് പറയുന്നത് ഒരു ടെക്നോളജി വാക്കല്ല. സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സുരക്ഷ ഇനിയും ഒരു ടെക്നിക്കൽ അല്ല, അത് നമ്മുടെ സുരക്ഷാ കവചമാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ സമൂഹം മനസ്സിലാക്കണം. ഒരു സൈബർ കുറ്റകൃത്യം നിങ്ങൾക്ക് ആർക്കായാലും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മുടെ പേരൻസിനായാലും നമ്മുടെ അച്ഛനമ്മമാർക്ക് ആർക്കായാലും നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില ഏരിയകളുണ്ട്. ഒന്ന്, സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യുക. 2, 1930. ഈ നമ്പർ എല്ലാവരും മനസ്സിൽ ഓർത്തിരിക്കണം, എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. ഒരു കുറ്റകൃത്യം വന്നു കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ജനറലി പറയുവാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ടെക് അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഡിജിറ്റൽ ലോകം നമ്മളെ ഭയപ്പെടുത്തുന്നില്ല, മറിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. TEDxന്റെ തീം പോലെ ഡോണ്ട് ലെസ്. താങ്ക് യു TEDx ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി.